ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICD ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 2 ആണ്, നിയോപ്ലാസം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മേജർ ഗൈഡ് ലൈൻസ് ഒക്കെ. ഇപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ നിയോപ്ലാസം എന്ന് പറയുമ്പോൾ ആ ഒരു കോഡ് റേഞ്ച് വരുന്നത് C0 to D49. ഈ ഒരു കോഡ് റേഞ്ചാണ് ഇൻ ബിറ്റ്വീൻ C0 to D49. ആ കോഡാണ് നിയോപ്ലാസത്തിനകത്ത് വരുന്നത്. അപ്പോൾ നിയോപ്ലാസത്തിൻ്റെ മേജർ കോഡിങ് ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ദർ ആർ 2 ടൈപ്സ് ഓഫ് നിയോപ്ലാസം. നമുക്കറിയാം ബിനൈൻ നിയോപ്ലാസം ഉണ്ട്, മാലിഗ്നൻ്റ് നിയോപ്ലാസം ഉണ്ട്. തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിനൈൻ നിയോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്യത്തില്ല. അതായത് ഇതൊരു പെർട്ടിക്കുലർ ഓർഗൻ അല്ലെങ്കിൽ ഒരു റീജിയനിൽ മാത്രം നിൽക്കുന്നതാണെങ്കിൽ അത് ബിനൈൻ നിയോപ്ലാസം ആണ്. മാലിഗ്നൻ്റ് നിയോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾ ഓവർ ദ ബോഡിയിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നതാണ് മാലിഗ്നൻ്റ് നിയോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു നിയോപ്ലാസം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ടൈപ്പ് ഓഫ് നിയോപ്ലാസമാണ്, ബിനൈൻ ആണോ മാലിഗ്നൻ്റ് ആണോ, ഏത് ടൈപ്പ് ഓഫ് നിയോപ്ലാസം ആണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള കാര്യം നോക്കുന്നത്. സോ നമുക്കിവിടെ കോഡിംഗ് ഗൈഡ് ലൈൻ നോക്കുകയാണെങ്കിൽ, അഡ്മിഷൻ ഓർ എൻകൗണ്ടർ ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രൈമറി സൈറ്റ്, അതായത് ഒരു പേഷ്യൻറ്റ് പ്രൈമറി സൈറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ടാണ് വരുന്നതെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഷ്യൻ്റ് എന്തിനാണ് ഹോസ്പിറ്റലിൽ വരുന്നത് അതിനായിരിക്കണം ആ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ പേഷ്യൻ്റ് വന്നിരിക്കുന്നത് പ്രൈമറി സൈറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് കോഡായിട്ട് പ്രൈമറി കോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈമറി മാലിഗ്നൻസിയാണ്. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തതിൻ്റെ റീസൺ പ്രൈമറി സൈറ്റ്, അതായത് ആ ഒരു പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത് ലിവറാണ്. ലിവറിലാണ് പ്രൈമറി മാലിഗ്നൻസി ഉള്ളത്. അപ്പം പ്രൈമറി മാലിഗ്നൻസി ഓഫ് ലിവർ അല്ലെങ്കിൽ മാലിഗ്നൻസി ഓഫ് ലിവർ, അതാണ് പ്രൈമറി കോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എന്തിനാണോ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തത് അതായിരിക്കണം പ്രൈമറി കോഡ്. പക്ഷേ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു എക്സെപ്ഷണൽ കേസാണ്. ഇപ്പം പേഷ്യൻ്റ് എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ തെറാപ്പി അങ്ങനെ വരികയാണെങ്കിൽ അത് പ്രൈമറി കോഡായിട്ട്, നമ്മൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും നമ്മൾ പ്രൈമറി കോഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാകും. അപ്പം അഡ്മിഷൻ ഓർ എൻകൗണ്ടർ ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രൈമറി സൈറ്റ്, അതായത് പ്രൈമറി സൈറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പേഷ്യൻ്റ് വരുമ്പോൾ അവിടെ കൊടുക്കുന്ന പ്രൈമറി കോഡെന്ന് പറയുന്നത് പ്രൈമറി മാലിഗ്നൻസിൻ്റെ കോഡായിരിക്കും. ഇനി സെക്കൻഡറി സൈറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി കോഡ് എന്തായിരിക്കും, സെക്കൻഡറി നിയോപ്ലാസം. അതായത് ഇപ്പോൾ പേഷ്യൻറ്റിന് പ്രൈമറി മാലിഗ്നൻ്റ് ആണ്, അതായത് പ്രൈമറി ആയിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നും സെക്കൻഡറി സൈറ്റിലേക്ക് എന്ത് ചെയ്തു, സ്പ്രെഡ് ചെയ്തു. അതാണ് മാലിഗ്നൻ്റ് നിയോപ്ലാസം എന്ന് പറയുന്നത്. അതായത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ളതാണ് മാലിഗ്നൻ്റ് നിയോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരിടത്ത് നിന്ന് അടുത്തതിലേക്ക് നിയോപ്ലാസം, അതായത് സെക്കൻഡ് റീജിയനിലേക്ക് നിയോപ്ലാസം സ്പ്രെഡ് ചെയ്തു. ആ ഒരു സെക്കൻഡ് റീജിയൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ടാണ് പേഷ്യൻ്റ് വന്നതെങ്കിൽ പ്രൈമറി മാലിഗ്നൻസി പ്രസൻ്റ് ആയിട്ടുള്ള റീജിയൻ അവിടെ ഉണ്ട്, അതുപോലെ ഉണ്ട്. പക്ഷേ സെക്കൻഡറി ആയിട്ടുള്ള നിയോപ്ലാസം ട്രീറ്റ് ചെയ്യാനാണ് വന്നിട്ടുണ്ടെങ്കിൽ പ്രൈമറി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കോഡ് എന്തായിരിക്കും, സെക്കൻഡറി നിയോപ്ലാസമാണ്. അതാണ് അവിടെ പറയുന്നത് സെക്കൻഡറി നിയോപ്ലാസം ഈവൻ തോ പ്രൈമറി മാലിഗ്നൻ്റ് പ്രസൻറ്റ്, അതായത് പ്രൈമറി മാലിഗ്നൻ്റ് അവിടെ പ്രസൻ്റ് ആണ്, പക്ഷേ പേഷ്യൻ്റ് വന്നിരിക്കുന്നത് സെക്കൻഡറി നിയോപ്ലാസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്തായിരിക്കും, പ്രൈമറി കോഡ് കൊടുക്കേണ്ടത് സെക്കൻഡറി നിയോപ്ലാസമാണ്. പ്രൈമറി മാലിഗ്നൻ്റ് നിയോപ്ലാസം സെക്കൻഡറി കോഡായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി സൈറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ പ്രൈമറി മാലിഗ്നൻസി കോഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് സെക്കൻഡറി സൈറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് പേഷ്യൻറ്റിന് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈമറി മാലിഗ്നൻറ്റ് സൈറ്റ് ലിവറും സെക്കൻഡറി മാലിഗ്നൻറ്റ് സൈറ്റ് എന്ന് പറയുന്നത് കിഡ്നിയാണ്. അപ്പം ഈ സെക്കൻഡറി മാലിഗ്നൻറ്റ് സൈറ്റായിട്ടുള്ള കിഡ്നി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വന്നതെങ്കിൽ മാലിഗ്നൻസ് ഓഫ് കിഡ്നിയാണ് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്. ഏതാണോ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നത് അതാണ് നമ്മൾ പ്രൈമറി കോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഈവൻ തോ പ്രൈമറി മാലിഗ്നൻറ്റ് അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിലും എന്തിനാണോ വന്നത് അതായിരിക്കണം പ്രൈമറി കോഡ്. ഇനി നമ്മൾ ഈ റെഡ് ലൈനിൽ കൊടുത്തിരിക്കുന്നത് അനീമിയ അസോസിയേറ്റഡ് വിത്ത് മാലിഗ്നൻസി. പേഷ്യൻ്റ് മാലിഗ്നൻസി ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ അനീമിയ ഉണ്ട്, അതായത് ആ ഒരു മാലിഗ്നൻസി മൂലം ഉണ്ടായിട്ടുള്ള അനീമിയാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രൈമറി കോഡ്, കോംപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ പ്രൈമറി കോഡായിട്ടാണ് സാധാരണ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ അനീമിയ അസോസിയേറ്റഡ് വിത്ത് മാലിഗ്നൻസി എന്ന് പറയുമ്പം അനീമിയ എന്ന് പറയുന്നത് പ്രൈമറി കോഡും മാലിഗ്നൻസി എന്ന് പറയുന്നത് സെക്കൻഡറി കോഡായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ റെഡ് ലൈനിൽ കൊടുക്കുന്നതെല്ലാം ഒരു എക്സെപ്ഷണൽ കേസാണ്, അനീമിയ അസോസിയേറ്റഡ് വിത്ത് മാലിഗ്നൻസി. അപ്പോൾ കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് പ്രൈമറി കോഡ് അനീമിയാണ്, സെക്കൻഡറി കോഡ് മാലിഗ്നൻസി. അതുപോലെ അനീമിയ അസോസിയേറ്റഡ് വിത്ത് കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി ആൻഡ് റേഡിയേഷൻ തെറാപ്പി. ഇവിടെയും നമ്മൾ പ്രൈമറി കോഡ് കൊടുക്കേണ്ടത് അനീമിയ, സെക്കൻഡറി ആണ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ നേരത്തെ
ഒരു എക്സെപ്ഷണൽ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കൊടുക്കേണ്ടത് പ്രൈമറി ആയിട്ടാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ അനീമിയ വരുവാണെങ്കിൽ അവിടെ എന്തായിരിക്കും? പ്രൈമറി അനീമിയയും ട്രീറ്റ്മെൻറ്റ് സെക്കൻഡറി ആയിരിക്കും. ഇനി അതുപോലെ മാനേജ്മെൻറ്റ് ഓഫ് ഡീഹൈഡ്രേഷൻ ഡ്യൂ ടു ദ മാലിഗ്നൻസി, അതായത് മാലിഗ്നൻസി മൂലമുണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ അതൊരു കോംപ്ലിക്കേഷനാണ്. അപ്പോൾ പ്രൈമറി കോഡ് ഡീഹൈഡ്രേഷൻ, സെക്കൻഡറി മാലിഗ്നൻസി. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് എ കോംപ്ലിക്കേഷൻ റിസൾട്ടിങ് ഫ്രം എ സർജിക്കൽ പ്രൊസീജിയർ, എന്തെങ്കിലും ഒരു സർജിക്കൽ പ്രൊസീജിയർ വഴി ഉണ്ടായ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ അതായിരിക്കണം ട്രീറ്റ്മെൻറ്റ് ഓഫ് കോംപ്ലിക്കേഷൻ പ്രൈമറിയും, സെക്കൻഡറി ആയിട്ട് വരുന്നത് സർജിക്കൽ പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സെപ്ഷണൽ കേസാണ്. ഇതെല്ലാം വരുന്നത് മാലിഗ്നൻസി സെക്കൻഡറിയാണ്, ബാക്കിയെല്ലാം വരുന്നത് പ്രൈമറി. അനീമിയ ഇതെല്ലാം വന്നേക്കുന്നത് പ്രൈമറിയാണ്. മാലിഗ്നൻസി ഇവിടെ സെക്കൻഡറി ആവുന്ന കേസുകളാണ് ഈ റെഡ് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഹിസ്റ്ററി ഓഫ് പ്രൈമറി സൈറ്റ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യൻറ്റിന് പ്രൈമറി സൈറ്റ്, അതായത് ലിവറിലാണ് പ്രൈമറി മാലിഗ്നൻസി ആയിട്ടുള്ളത്, ലിവറിലാണ്. അത് സെക്കൻഡറി ആയിട്ടുള്ള കിഡ്നിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്തു. പക്ഷേ പ്രൈമറി സൈറ്റായിട്ടുള്ള ലിവറിൽ എല്ലാം എന്താണ്, അതായത് ഹിസ്റ്ററിയാണ്, മീൻസ് അതെല്ലാം റിമൂവ് ചെയ്തു, ട്രീറ്റ്മെൻ്റ് എല്ലാം ഫിനിഷായി. അപ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും പ്രൈമറി സൈറ്റിൻ്റെ കോഡ് പിന്നെയും കൊടുക്കാൻ പാടില്ല. അവിടെ നമ്മൾ കൊടുക്കുന്നത് ഹിസ്റ്ററി ഓഫ് പ്രൈമറി സൈറ്റ്, അതായത് Z85 ആണ് അവിടെ കൊടുക്കുന്ന കോഡ്. അതായത് ആദ്യം പേഷ്യൻറ്റിന് ലിവറിൽ മാലിഗ്നൻസി ഉണ്ടായിരുന്നു, ലിവറിലെ മാലിഗ്നൻസി സ്പ്രെഡ് ചെയ്തിട്ട് കിഡ്നിയിലേക്ക് പോയി. പക്ഷേ ആദ്യമായിട്ട് വന്ന പ്രൈമറി സൈറ്റായിട്ടുള്ള ലിവറിൽ എല്ലാം എന്ത് ചെയ്തു? ക്യൂറായി. ദാറ്റ് മീൻസ് ട്രീറ്റ്മെൻ്റ് എല്ലാം ഫിനിഷ് ചെയ്തു. അവിടെ ആ ഒരു മാലിഗ്നൻസി ഉള്ളതായിട്ട് ഒരു എവിഡൻസും ഇല്ല, അതായത് കംപ്ലീറ്റ്ലി ക്യൂറായി. അങ്ങനെയുള്ള കേസിൽ നമ്മൾ പ്രൈമറി സൈറ്റിൻ്റെ ഹിസ്റ്ററിയാണ് കൊടുക്കുന്നത്, അതായത് Z85. അറ്റ്ലീസ്റ്റ് ഒരു ട്രീറ്റ്മെൻ്റ് എങ്കിലും പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ Z85 കൊടുക്കാൻ പാടില്ല. അതായത് ആ ഒരു പ്രൈമറി സൈറ്റിൽ ഒരു ട്രീറ്റ്മെൻ്റ് എങ്കിലും പെൻഡിങ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റിൽ ആക്റ്റീവാണ്. പ്രൈമറി എന്ന് പറയുന്നത് സ്റ്റിൽ ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഒരു Z85 കോഡ് കൊടുക്കാൻ പാടില്ല. കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്തു, കംപ്ലീറ്റ് ട്രീറ്റ്മെൻ്റ് എല്ലാം ഡൺ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഹിസ്റ്ററി ഓഫ് പ്രൈമറി സൈറ്റ് Z85 കോഡ് കൊടുക്കുന്നത്. ഇനി അതുപോലെ കോഡ് C80.0 ഉണ്ട്. അത് ഡിസമിനേറ്റഡ് മാലിഗ്നൻറ്റ് നിയോപ്ലാസം അൺസ്പെസിഫൈഡ്, അതായത് പ്രൈമറി മാലിഗ്നൻറ്റ് സൈറ്റ് ഏതാണ്, സെക്കൻഡറി മാലിഗ്നൻറ്റ് സൈറ്റ് ഏതാണെന്ന് അറിയാത്ത, അതായത് ഓൾ ഓവർ ദ ബോഡിയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലാണ് C80.0 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ദ പേഷ്യൻ്റ് ഈസ് അഡ്മിറ്റഡ് ഫോർ റേഡിയേഷൻ തെറാപ്പി ഫോർ മെറ്റാസ്റ്റാസിസ് ബോൺ ക്യാൻസർ അൺനോൺ പ്രൈമറി, അതായത് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള റീസൺ റേഡിയേഷൻ തെറാപ്പിയാണ് ഫോർ മെറ്റാസ്റ്റാസിസ് ബോൺ ക്യാൻസർ. പ്രൈമറി സൈറ്റ് അൺനോൺ ആണ്. ആ പ്രൈമറി സൈറ്റിൽ നിന്നും സെക്കൻഡറിയിൽ, അതായത് സ്പ്രെഡ് ചെയ്ത് ബോണിലേക്ക് പോയി. ആ ബോണിൻ്റെ റേഡിയേഷൻ തെറാപ്പിക്ക് വേണ്ടിയിട്ടാണ് പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ പേഷ്യൻ്റ് സിവിയർ വോമിറ്റിംഗ് സെക്കൻഡറി ടു ദ റേഡിയേഷൻ, പേഷ്യൻറ്റിന് സിവിയർ ആയിട്ടുള്ള വോമിറ്റിംഗ് കൂടി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ICD-10 കോഡ് ഷുഡ് ബി റിപ്പോർട്ടഡ്? ദ പേഷ്യൻ്റ് ഈസ് അഡ്മിറ്റഡ് ഫോർ റേഡിയേഷൻ തെറാപ്പി ഫോർ മെറ്റാസ്റ്റാസിസ് ബോൺ ക്യാൻസർ അൺനോൺ പ്രൈമറി, ഷീ ഡെവലപ്ഡ് സിവിയർ വോമിറ്റിംഗ് സെക്കൻഡറി ടു ദ റേഡിയേഷൻ, വാട്ട് ICD-10 കോഡ് ഷുഡ് ബി റിപ്പോർട്ടഡ്? അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഗൈഡ് ലൈൻ പഠിച്ചപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, റേഡിയേഷൻ തെറാപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, അങ്ങനെയുള്ള തെറാപ്പീസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈമറി ആയിട്ടാണ് കോഡ് ചെയ്യേണ്ടത്. ഒരു എക്സെപ്ഷണൽ കേസ് പറഞ്ഞത് അനീമിയ അസോസിയേറ്റഡ് വിത്ത് വരുവാണെന്നുണ്ടെങ്കിൽ പ്രൈമറി കോഡ് അനീമിയയും സെക്കൻഡറി എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റുമാണ്. ഇവിടെ അനീമിയ പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് റേഡിയേഷൻ തെറാപ്പിയാണ് പ്രൈമറി കോഡ്. അപ്പോൾ റേഡിയേഷൻ തെറാപ്പീൻ്റെ കോഡ് വരുന്നത് C51.0. അപ്പോൾ തന്നെ നമുക്കറിയാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ D ആണെന്നുള്ളത്. അപ്പോൾ C51.0 എന്ന് പറയുന്നത് എന്താണ്? റേഡിയേഷൻ തെറാപ്പിയാണ്. ഇനി C79.51 അതെന്ന് പറയുന്നത് മെറ്റാസ്റ്റസിസ്, അതായത് റേഡിയേഷൻ തെറാപ്പി എന്തിനു വേണ്ടിയിട്ടാണ്? സെക്കൻഡറി സൈറ്റ് ആയിട്ടുള്ള ബോണിന് വേണ്ടിയിട്ട്, ബോൺ ക്യാൻസറിന് വേണ്ടിയിട്ടാണ് പേഷ്യൻ്റ് വന്നത് റേഡിയേഷൻ തെറാപ്പിക്ക്. അപ്പോൾ മെറ്റാസ്റ്റാസിസ് ബോൺ ക്യാൻസർ എന്ന് പറയുന്നതാണ് C79.51. കാരണം ഫസ്റ്റ് നമ്മൾ റേഡിയേഷൻ തെറാപ്പി അക്കോർഡിംഗ് ടു ഗൈഡ് ലൈൻസ് നമ്മൾ പ്രൈമറി കൊടുക്കേണ്ടത് റേഡിയേഷൻ തെറാപ്പിയാണ്. അതിനുശേഷം സെക്കൻഡായിട്ട് കൊടുക്കേണ്ടത് ഏത് സൈറ്റിലേക്കാണ് റേഡിയേഷൻ തെറാപ്പി ആവശ്യം, അത് മെറ്റാസ്റ്റാസിസ് ബോൺ ക്യാൻസറാണ്. ഇനി C80.1 അവിടെ കൊടുത്തിട്ടുണ്ട്, പ്രൈമറി സൈറ്റ് അൺനോൺ ആണ്. അവിടെ എന്തുകൊണ്ടാണ് ആ ഒരു കോഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഹിസ്റ്ററി എന്നോ ക്യൂർ ആയിട്ടുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, അൺനോൺ പ്രൈമറി ആണ്. സോ വി ഹാവ് ടു കോഡ് C80.1, ദാറ്റ് മീൻസ് അൺനോൺ പ്രൈമറി സൈറ്റ് ആണ്. ദെൻ R11.10 എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, സിവിയർ വോമിറ്റിംഗ് എന്ന്. അപ്പോൾ അതാണ് R11.10. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ D ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ദ പേഷ്യൻ്റ് ഈസ് ഹിയർ ഫോർ ഹിസ് കീമോതെറാപ്പി ഫോർ മെറ്റാസ്റ്റാറ്റിക് കാർസിനോമ ഓഫ് ദ ലിവർ.
സെക്കൻഡറി ടു ക്യാൻസർ ഓഫ് ദ മെയിൽ ഏരിയോള. വാട്ട് ICD-10 ഷുഡ് ബി റിപ്പോർട്ടഡ്. ഇവിടെ പേഷ്യൻറ്റിന് കീമോതെറാപ്പിയാണ്. നമുക്കറിയാം കീമോതെറാപ്പി പ്രൈമറി കൊടുക്കേണ്ട കോഡാണ്. അപ്പോൾ ഇവിടെ പ്രൈമറി കീമോതെറാപ്പീൻ്റെ കോഡ് വരുന്നത് ആദ്യം തന്നെ കീമോതെറാപ്പീൻ്റെ കോഡ് എടുക്കുക. അപ്പോൾ Z51.11 ആണ് കീമോതെറാപ്പീൻ്റെ കോഡ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് ഈ 4 ഓപ്ഷനിൽ നിന്ന് ഫസ്റ്റ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും കൂടി എടുത്തിട്ട് ബാക്കി 2 ഓപ്ഷൻ തെറ്റാണ്. കാരണം ഗൈഡ് ലൈൻ അനുസരിച്ച് കീമോതെറാപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ കീമോതെറാപ്പീൻ്റെ കോഡാണ് പ്രൈമറി കൊടുക്കേണ്ടത്. സോ Z51.11 ആണ് കോഡ് കീമോതെറാപ്പീൻ്റെ. സോ ഫസ്റ്റ് ആൻഡ് തേർഡ് വിൽ ബി ദ റൈറ്റ്. ഇനി അതിൽ നിന്ന് നമുക്ക് ആ 2 കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കീമോതെറാപ്പീൻ്റെ കോഡ് എടുത്തു. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്സിനോമ ഓഫ് ദ ലിവർ സെക്കൻഡറി ടു ക്യാൻസർ ഓഫ് ദ മെയിൽ ഏരിയോൾ. പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ലിവറാണ്. സെക്കൻഡറി എന്ന് പറയുന്നത് മെയിൽ ഏരിയോള, അതായത് ലിവറിൽ നിന്നും മെയിൽ ഏരിയോളിലേക്ക് ക്യാൻസർ എന്ത് ചെയ്തു, സ്പ്രെഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം കൊടുക്കേണ്ട കോഡ് എന്ന് പറയുന്നത്, ആദ്യം കൊടുക്കേണ്ടത് ലിവറിൻ്റെ കാഴ്സിനോമയാണ് കൊടുക്കേണ്ടത്. രണ്ടാമതായിട്ട് കൊടുക്കേണ്ടത് മെയിൽ ഏരിയോള ആ ഒരു പോർഷനിലേക്ക് സ്പ്രെഡ് ചെയ്തതിൻ്റെ കോഡ് കൊടുക്കുക. അതായത് Z51.11, രണ്ടാമതായിട്ട് C78.7 എന്ന് പറയുന്ന കോഡാണ് കൊടുക്കേണ്ടത്. മൂന്നാമതായിട്ട് കൊടുക്കേണ്ടത് C50.029. അപ്പോൾ നിങ്ങൾ കോഡ് എടുക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ അറിയാം C78.7 എന്ന് പറയുന്നത് സെക്കൻഡറി മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് ദ ലിവറിൽ വരുന്ന ക്യാൻസറാണ് C78.7 എന്ന് പറയുന്നത്. അതുപോലെ C50.029 ആ ഒരു കോഡെന്ന് പറയുന്നത് എന്താണ്, മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് നിപ്പിൾ ആൻഡ് ഏരിയോള അൺസ്പെസിഫൈഡ് മെയിൽ ബ്രസ്റ്റ്, ആ ഒരു കോഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു നിയോപ്ലാസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ മേജറായിട്ടുള്ള കോഡിംഗ് ഗൈഡ് ലൈൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ CPC എക്സാമിന് മെയിനായിട്ട് വരുമ്പം ഏത് ടൈപ്പ് ഓഫ് അതായത് ഏത് ടൈപ്പ് ഓഫ് നിയോപ്ലാസമാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് കൺഫേം ആക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ ഗൈഡ് ലൈൻസ് നമ്മൾ പഠിച്ചു വെക്കാം. ഇപ്പോൾ തന്നെ ഈ ഒരു റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ആ ഒരു കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെറാപ്പി വരുമ്പോഴത്തേക്ക് പ്രൈമറി ആയിട്ടാണ് നമ്മൾ കോഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു തെറാപ്പീൻ്റെ കോഡ് ആദ്യം തന്നെ എടുക്കുമ്പോഴത്തേക്ക് ആ 4 ഓപ്ഷനിൽ നമുക്ക് ഏതാണ് റൈറ്റ് ആൻസർ എന്നൊരു വിധം കിട്ടും. എന്നിട്ട് അത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് അടുത്ത കോഡ് നോക്കണം. അപ്പോൾ അനീമിയ എന്ന് പറയുന്നത് വരുമ്പോൾ മാത്രമാണ് ഈ തെറാപ്പീസിൻ്റെ കേസിൽ ഒരു എക്സെപ്ഷൻ വരുന്നത്. ബാക്കി എല്ലാ കേസിലും ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പ്രൈമറി കോഡായിരിക്കും. അപ്പോൾ ഗൈഡ് ലൈൻസ് അതുകൊണ്ടാണ് മാക്സിമം നന്നായിട്ട് മനസ്സിലാക്കാൻ പറയുന്നത്. പിന്നെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. സോ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഡയബറ്റിക്സ് ആണ്. ചാപ്റ്റർ 3 അതിനകത്ത് ഗൈഡ് ലൈൻസ് ഒന്നുമില്ല, കോഡ് മാത്രം എടുത്താൽ മതി. ദെൻ ചാപ്റ്റർ 4 വരുന്നത് ഡയബറ്റിക്സ് ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ ചാപ്റ്റർ 4ൻ്റെ ഗൈഡ് ലൈൻസ് ഇടുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.